ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണ ബാലകൃഷ്ണനാണ് Eqtfxൽ നിന്നും. നമ്മളിന്ന് പറയാൻ പോകുന്ന സബ്ജക്റ്റ് ഓരോ ഇൻട്രാഡേ ട്രേഡറും ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സാണ്. ഈ പോയിൻറ്റ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഇൻട്രാഡേ സക്സസ്സിൽ അത് ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള മാറ്റമുണ്ടാക്കും. പോയിന്റ് നമ്പർ 1, ട്രേഡ് വിത്ത് ട്രെൻഡ്. നിഫ്റ്റിയുടെ ട്രെൻഡ് എന്താണോ അതാണ് മദർ ട്രെൻഡ്. ആ ട്രെൻഡിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് പോകാതിരിക്കുക. നമ്മൾ എന്താണ് നിഫ്റ്റിയുടെ ട്രെൻഡ്, അതിനോടൊപ്പം തന്നെ ആയിരിക്കണം നമ്മൾ അനലൈസ് ചെയ്യുന്ന സെക്ടറിൻ്റെ ട്രെൻഡ്. ദാറ്റ് മീൻസ് നിങ്ങളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ട് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് ചെയ്യേണ്ടത്. നിങ്ങൾ തലേദിവസം രാത്രി ഓരോ സെക്ടറും, നിഫ്റ്റി എന്ന് പറയുന്ന പല സെക്ടറുകളുടെ ഒരു കോമ്പിനേഷനാണ്. ദർ ആർ സ്മോൾ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് നിഫ്റ്റി മെറ്റൽ ഉണ്ട്, നിഫ്റ്റി ഫിനാൻസ് ഉണ്ട്, ബാങ്ക് നിഫ്റ്റി ഉണ്ട്, നിഫ്റ്റി റിയൽറ്റി ഉണ്ട്, നിഫ്റ്റി ഇൻഫ്രയുണ്ട്. ദർ സോ മെനി സെക്ടേഴ്സ് ഉണ്ട്. ഓരോ സെക്ടറും നിങ്ങൾ തലേദിവസം രാത്രി അനലൈസ് ചെയ്തിട്ട് എവിടെയാണ് മൊമെൻറ്റം ഉള്ളതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് ബൈ സൈഡാണ്. അപ്പോൾ എവിടെ മൊമെൻറ്റം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മൊമെൻറ്റം ഉള്ള സെക്ടറിലെ സ്റ്റോക്കിലേക്ക് നിങ്ങൾ പിന്നെ പോവുക. ആ സ്റ്റോക്കിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് ആ സ്റ്റോക്കിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട്. ദാറ്റ് മീൻസ് നിഫ്റ്റി മൊമെൻറ്റം അപ് ട്രെൻഡാണ്, സെക്ടർ മൊമെൻറ്റം അപ് ട്രെൻഡാണ്, നമ്മുടെ സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം അപ് ട്രെൻഡ് ആകണം. അങ്ങനത്തെ സ്റ്റോക്കാണ് നിങ്ങൾ എടുക്കാനായിട്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇതൊന്നും ചെയ്യാതെ. ഫോർ എക്സാമ്പിൾ, ഈ നിമിഷം നിഫ്റ്റി മെറ്റൽസാ മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ആ സമയത്ത് മെറ്റൽസ് കയറാതെ ഏതെങ്കിലും ഇൻഫ്രയിലോ ഏതെങ്കിലും മൊമെൻറ്റം ഒട്ടുമില്ലാത്ത നെഗറ്റീവായിരിക്കുന്ന സെക്ടറിൽ കയറി ഇങ്ങനെ രാവിലെ വലിങ്ങിട്ടിരിക്കും. ഇപ്പോൾ കയറി എന്ന് വിചാരിച്ചുകൊണ്ട് അവസാനം സ്റ്റോക്ക് കയറത്തുമില്ല. ഡൗൺഫാൾ ആണെങ്കിൽ സ്റ്റോക്ക് വീണ്ടും ഡൗൺ ആകും. ബൈ ചെയ്യുന്ന സാധനം മുഴുവൻ നഷ്ടത്ത് വിറ്റേച്ച് ആൾക്കാർ പോകുന്നത് ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ഒന്നുകൂടെ പറയുന്നു. നിഫ്റ്റി ട്രേഡ് വിത്ത് ട്രെൻഡ്, നിഫ്റ്റി മൊമെൻറ്റം പക്കയായിരിക്കണം. നമ്മളുടെ സെക്ടർ മൊമെൻറ്റം ആയിട്ടുള്ള സെക്ടറേ നിങ്ങൾ കയറാവുള്ളൂ. 3, ആ സെക്ടറിലെ മൊമെൻറ്റം സ്കോപ്പുള്ള സ്റ്റോക്ക് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവുള്ളൂ. നമ്പർ 2, എപ്പോഴൊക്കെ നിങ്ങളുടെ ട്രേഡിൽ കയറുന്നോ ആ നിമിഷം മുതൽ നിങ്ങൾ ഗ്ലോബൽ മാർക്കറ്റിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. investing.com എന്ന് പറയുന്ന ഒരു സൈറ്റുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. investing.com കയറുവാണെങ്കിൽ അതിൽ നോർമലി US ഫ്യൂച്ചേഴ്സ് രാവിലെ 10-11 മണിക്ക് ഓപ്പൺ ആകും. US ഫ്യൂച്ചേഴ്സും യൂറോപ്യൻ മാർക്കറ്റ്സും ഏഷ്യൻ മാർക്കറ്റ്സുമാണ് നിഫ്റ്റിയുടെ ഓവറോൾ ഡേയുടെ ട്രെൻഡിനെ അത് ഡിസൈഡ് ചെയ്യുന്നത് ബേസിക്കലി. മനസ്സിലായോ? അപ്പോൾ US ഫ്യൂച്ചേഴ്സ് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് US ഫ്യൂച്ചേഴ്സിൽ S&P 500 കാണും. നമ്മുടെ നിഫ്റ്റി 50 പോലെ തന്നെ S&P 500 ഇൻഡെക്സ് ആണ്. നാസ്ഡാക്ക് കാണും, ഡൗ ജോൺസ് കാണും. അതുപോലെ തന്നെ നിങ്ങൾ യൂറോപ്യൻ മാർക്കറ്റ്സ് എടുത്താൽ ഡാക്സ് കാണാൻ പറ്റും. ഡാക്സ് മീൻസ് ജർമ്മൻ ഇൻഡെക്സ് ആണ്. FTSE എന്ന് പറഞ്ഞാൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏഷ്യൻ മാർക്കറ്റ്സ് ഇൻഡെക്സ് കാണാൻ പറ്റും, ചൈനീസ് ഇൻഡെക്സ് കാണാൻ പറ്റും. ദെൻ കോസ്പി ബേസിക്കലി കൊറിയൻ ഇൻഡെക്സ് ആണ്. ദെൻ തൈവാൻ ഇൻഡെക്സ് കാണാൻ പറ്റും. നിക്കി എന്ന് പറയുന്നത് ജാപ്പനീസ് ഇൻഡെക്സ് ആണ്. അപ്പം ഇതെല്ലാം ഒരു ട്രെൻഡിലാണ് പോകുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, രാവിലെ നിഫ്റ്റി അടിച്ചു പൊളിച്ചു പോകുന്നു, ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ അവർ താഴെ പോകാൻ തുടങ്ങുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ 11 o'clock നമ്മൾക്ക് ഓവറോൾ ട്രെൻഡ് നമുക്ക് കിട്ടുന്നത് ഏകദേശം ഗ്ലോബൽ മാർക്കറ്റിൻ്റെ. ആ ട്രെൻഡ് നെഗറ്റീവ് ആണെങ്കിൽ, ബെയറിഷ് ടോൺ ആണെങ്കിൽ കയറുന്ന നിഫ്റ്റി പോലും ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം നമുക്കൊരിക്കലും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ സാധ്യത നമുക്ക് വളരെ കുറവാണ്. 99% കേസസിലും ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെ പോകുന്നു അങ്ങനെ നമ്മുടെ നിഫ്റ്റിയും പോകത്തുള്ളൂ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ സ്റ്റോക്ക് ബൈ ചെയ്താൽ ഗ്ലോബൽ മാർക്കറ്റ് ഗ്രീൻ ആണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിനെ അത് ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഈ പറയുന്ന ഞങ്ങളുടെ മൊബൈലിനകത്ത് പ്ലേ സ്റ്റോറിൽ നിന്നും investing.com ഡൗൺലോഡ് ചെയ്തിട്ട് എപ്പോഴും നിങ്ങൾ ട്രേഡിലുള്ള അത്രയും സമയം നിങ്ങൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ സ്റ്റോക്കിനോടൊപ്പം തന്നെ. അത് നിങ്ങളുടെ കോൺഫിഡൻസിനെയും നിങ്ങളുടെ പ്രോബിലിറ്റിയും വളരെയേറെ എൻഹാൻസ് ചെയ്യും. എപ്പോഴും എൻ്റർ ചെയ്യുന്നത് സ്ട്രോങ് മൊമെൻറ്റം ക്യാൻഡിൽ എൻട്രി ആവുള്ളൂ. മൊമെൻറ്റം ക്യാൻഡിൽ മാത്രമല്ല, അതിൻ്റെ സ്ട്രോങ് വോളിയം ഉണ്ടായിരിക്കണം. പ്രൈസ് ക്യാൻഡിലും വോളിയം ക്യാൻഡിലും തമ്മിൽ ഒരു പാരിറ്റി ഉണ്ട്. പാരിറ്റി മീൻസ് റിലേഷൻ. പ്രൈസ് ക്യാൻഡിൽ ഭയങ്കരമാണ്, വോളിയം ക്യാൻഡിൽ വളരെ വീക്കാണെങ്കിൽ നെവർ എൻ്റർ. കാര്യം വെച്ചാൽ വോളിയമാണ് പ്രൈസിനെ ഡ്രൈവ് ചെയ്യുന്ന ബേസിക് ഫോഴ്സ്. വോളിയം എപ്പോഴും കൂടി നിന്നാൽ മാത്രമേ പ്രൈസിന് സസ്റ്റൈനബിലിറ്റി കിട്ടത്തുള്ളൂ, പ്രൈസിന് മുകളിലേക്കുള്ള എസ്കലേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് പ്രൈസ് ക്യാൻഡിലെ സൈസും മൊമെൻറ്റം ക്യാൻഡിലെ സൈസും തമ്മിലുള്ള റിലേഷനാണ്. നമ്മൾ ഏത് ക്യാൻഡിൽ എൻട്രി ചെയ്താലും എക്സിറ്റ് ചെയ്താലും പ്രൈസ് ക്യാൻഡിലും വോളിയം ക്യാൻഡിലും തമ്മിൽ ഒരു പാരിറ്റി, ഒരു റിലേഷൻ ഉണ്ടായേ മതിയാകും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഈ ക്യാൻഡിൽ നോക്കൂ, സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ആണല്ലേ. നമ്മളെ സംബന്ധിച്ച് കാണുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അതിൻ്റെ വോളിയം നോക്കൂ, വളരെ വീക്കാണ് വോളിയം അല്ലേ. ക്യാൻഡിൽ സ്ട്രോങ് ആണ്,
വോളിയം വീക്കാണ്, ഇങ്ങനത്തെ ക്യാൻഡിൽ നമ്മൾ കയറുമോ? നമ്മൾ കയറാൻ പാടില്ല. നമുക്ക് കൺഫർമേഷൻ തരുന്ന ക്യാൻഡിൽ എന്ന് വെച്ചാൽ സ്ട്രോങ് ക്യാൻഡിൽ ആണെങ്കിൽ സ്ട്രോങ് വോളിയം ഉണ്ടായേ മതിയാകൂ. അത് ബൈ സൈഡ് ആണെങ്കിലും സെൽ സൈഡ് ആണെങ്കിലും. നോക്കൂ, സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലാണ്, വോളിയം ഇല്ല, നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ വരാനായിട്ട്. അതുപോലെ ഈ റെഡ് ക്യാൻഡിൽ നോക്കൂ, ക്യാൻഡിൽ ഭയങ്കര സ്ട്രോങ് ആണല്ലേ, സ്ട്രോങ് ക്യാൻഡിലാണ്, പക്ഷെ വോളിയം ഉണ്ടോ? വോളിയം ഇല്ല. ഇതാണ് വോളിയം ക്യാൻഡിൽ. അതിനർത്ഥം എന്താ? നമുക്ക് അത് ഷോർട്ട് ചെയ്യാനുള്ള സമയമായിട്ടില്ല ശരിക്കും. നമ്മൾ ക്യാൻഡിലും വോളിയം തമ്മിൽ ഒരു പാരിറ്റി, ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യത്തുള്ളൂ. വളരെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. മൊമെൻ്റം ക്യാൻഡിലിനെ കുറിച്ച്, നിഫ്റ്റി അനാലിസിസ് കുറിച്ച്, സെക്ടർ അനാലിസിസിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മേളിൽ നിങ്ങൾക്ക് കാണാം. ആ ലിങ്ക് നിങ്ങൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ നോക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇൻസൈറ്റ് തരും. അതിനോടൊപ്പം തന്നെ അതിനകത്ത് അഡ്വാൻസ് സിഗ്നൽ റേഷ്യോ എന്ന് പറഞ്ഞ വേറൊരു കൺസെപ്റ്റിനെ കുറിച്ചും കൂടെ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ കാണണം. നെവർ ചേസ് എ ബ്രേക്കൗട്ട്. പല ആൾക്കാരും കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ് ബ്രേക്കൗട്ടിനെ ചേസ് ചെയ്ത് കയറി പിടിക്കുക എന്ന് പറയുന്നത്. ഒരു ബ്രേക്കൗട്ട് സംഭവിക്കുകയാണ് എങ്കിൽ, സപ്പോസ് നിങ്ങൾ 5 മിനിറ്റ്സിലാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്, 5 മിനിറ്റ്സിൽ ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് സംഭവിച്ചെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം എപ്പോഴാണോ നെക്സ്റ്റ് ക്യാൻഡിൽ, ഒരുപക്ഷെ അടുത്ത ക്യാൻഡിലാകാം, അല്ലെ അതിൻ്റെ അടുത്ത ക്യാൻഡിലാകാം, അല്ലെ ഏതെങ്കിലും ക്യാൻഡിലാകാം, ഏത് ക്യാൻഡിലാണോ ഈ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിൻ്റെ മേളിൽ അതിൻ്റെ ഹൈയെ കട്ട് ചെയ്ത് പോകുന്നത്, അപ്പോഴേ നിങ്ങൾ എൻട്രി ആവുള്ളൂ. അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഔട്ടാ ചേസ് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിൻ്റെ താഴെ വേണം സ്റ്റോപ്പ് ലോസ് വയ്ക്കാനായിട്ട്. കാര്യം നിങ്ങളപ്പം സപ്പോസ് ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ആയാലും നിങ്ങൾക്ക് വലിയ ലോസ് വരാതെ നിങ്ങൾക്ക് സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഒരിക്കലും ന്യൂസിനെ ചേസ് ചെയ്യരുത്. ഒരു ന്യൂസ് പെട്ടെന്ന് വന്നു, നമ്മൾ ചാരക്കയറി പിടിച്ചു. ന്യൂസിൻ്റെ ലൈഫ് എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. ലൈഫ് കൂടുതൽ കാണാം, ലൈഫ് കുറച്ച് കാണാം. ലൈഫ് ചെറുതാണെങ്കിൽ നമ്മൾ കയറി പിടിച്ച് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് പട്ടേന്ന് പറഞ്ഞ് താഴെ പോകും. ഡോണ്ട് ടേക്ക് എ റിസ്ക്. ഒരു ന്യൂസ് വരാൻ നേരത്ത് നമ്മൾ ആ ന്യൂസ് ഇവാലുവേറ്റ് ചെയ്യുക, നമ്മൾ വാച്ച് ചെയ്യുക. വാച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു കോൺഫിഡൻസ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്റ്റോക്കിലേക്ക് കയറാവുള്ളൂ. അടുത്ത പോയിന്റ്, നെവർ ട്രേഡ് ഇൻ എ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ്. ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ കഴിവതും ട്രേഡ് ചെയ്യാതിരിക്കുക. കൂടുതൽ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ, എന്തിനാണ് റേഞ്ച് ബൗണ്ടിൽ റിസ്ക് എടുക്കുന്നത്? നെക്സ്റ്റ് പോയിന്റ്, ട്രേഡ് ഒൺലി ലിക്വിഡ് സ്റ്റോക്ക്. ലിക്വിഡ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് പെട്ടെന്ന് കയറാനും പെട്ടെന്ന് ഇറങ്ങാനും സാധിക്കുന്ന സ്റ്റോക്ക്. നോർമലി F&O സ്റ്റോക്സ് ആണ് ലിക്വിഡ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ പറയുന്നത്. ബട്ട് ട്രേഡ് ഒൺലി ലിക്വിഡ് സ്റ്റോക്ക് ഫോർ ഇൻട്രാഡേ. നെക്സ്റ്റ് പോയിന്റ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാൻ നേരത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിനെ കുറിച്ചും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലിനെ കുറിച്ചും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. സപ്പോസ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്നതിനെക്കാട്ടിലും വളരെ ക്ലോസ് ആണെന്ന് വയ്ക്കുക. ദാറ്റ് മീൻസ് സംതിങ് അറൗണ്ട് ഒരു 1% ഉള്ളിൽ, ഒരു 1.5% ആ ഇമ്മീഡിയറ്റ് സ്വിങ് ഹൈ, ആ റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ നിങ്ങൾ സ്റ്റോക്കിൽ എൻട്രി ആവുള്ളൂ. സാധിക്കുമെങ്കിൽ ഇൻട്രാഡേയിൽ F&Oയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. കാരണം ബൈയും സെല്ലും സ്റ്റാഗേറ്റ് മാനർ ആയിരിക്കണം. സപ്പോസ് നിങ്ങളൊരു 100 സ്റ്റോക്ക് മേടിക്കാനാണെങ്കിൽ അത് നിങ്ങൾ 30 മേടിച്ചിട്ട് നിങ്ങൾ അനലൈസ് ചെയ്തു, ഓക്കെ എവറിത്തിങ് ഈസ് ഗോയിങ് ഫൈൻ. നിങ്ങൾ അടുത്ത ഒരു 40 മേടിച്ചു, എവറിത്തിങ് ഈസ് ഗോയിങ് ഫൈൻ. നിങ്ങളൊരു അടുത്ത 30 മേടിച്ചു. ഈ ഒരു സ്റ്റാഗേറ്റ് മാനർ ഒരിക്കലും F&Oയിൽ നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല. അതുപോലെ തന്നെ എക്സിറ്റും സ്റ്റാഗേറ്റ് മാനറിൽ എക്സിറ്റ് ചെയ്യാവുള്ളൂ. നിങ്ങളുടെ ഉദ്ദേശിച്ച ടാർഗറ്റിനടുത്തെത്തി ഒരു 20% എക്സിറ്റ് ചെയ്തു, ടാർഗറ്റ് കഴിഞ്ഞു ഒരു 40% എക്സിറ്റ് ചെയ്തു, പിന്നെ സ്റ്റോക്ക് കയറുവാണ്, നിങ്ങൾ പിന്നെ ഒരു 30% എക്സിറ്റ്. അങ്ങനെ പല സ്റ്റാഗേറ്റ് മാനറിൽ വേണം സ്റ്റോക്കിൽ എൻട്രിയും സ്റ്റോക്കിൽ എക്സിറ്റും ചെയ്യാവുള്ളൂ. അത് F&O സെഗ്മെൻറ്റിൽ അതിനുള്ള ഫ്ലെക്സിബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. ഉച്ച കഴിഞ്ഞാണ് ബ്രേക്കൗട്ട് സംഭവിക്കുന്നെങ്കിൽ ഹ്യൂജ് മൊമെൻറ്റം ആയിരിക്കും. നോർമൽ കേസിൽ 2 മണിക്കുള്ള ബ്രേക്കൗട്ടിന് ഹ്യൂജാണ് മൊമെൻറ്റം. ആ സമയത്ത് നിൽക്കൊണ്ടെന്ന് സ്കാൽപ്പ് ചെയ്ത് വെളിയിലിറങ്ങാം, പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങാം. അടുത്ത പോയിന്റ്, നിങ്ങളുടെ മൂഡ് മോശമാണെങ്കിൽ നെവർ ട്രേഡ്. കറക്റ്റായിട്ടുള്ള ക്ലാരിറ്റി ഓഫ് തോട്ടോ ക്ലാരിറ്റി ഓഫ് മൈൻഡും കിട്ടില്ല. നിങ്ങളുടെ മൂഡ് മോശമാണെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ട്രേഡ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പൊസിഷൻ എടുത്താൽ കംപ്ലീറ്റ് ഫോക്കസ്ഡ് ആയിരിക്കണം. എൻ്റെ അടുത്ത സുഹൃത്തിന് ഈ അടുത്ത കാലത്ത് ഒരു വലിയൊരു പറ്റി. അവൻ ഈ പൊസിഷൻ എടുത്തു. അപ്പോൾ അവൻ്റെ ബോസ് വിളിച്ചു, ബോസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു, വെളിയിലിറങ്ങി, പൊസിഷൻ്റെ കാര്യം മറന്നുപോയി. തിരിച്ചു വന്നപ്പോഴത്തേക്കും പൊസിഷൻ ലോസ് ആയിപ്പോയി. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. നിങ്ങൾ പൊസിഷനിലുണ്ടെങ്കിൽ നിങ്ങൾ ആ പൊസിഷൻ ഇറങ്ങുന്നവരെ, എക്സിറ്റ് വരെ നിങ്ങൾ പക്കായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കണം. അടുത്ത പോയിന്റ്, നിങ്ങൾ ഒരു സ്റ്റോക്കിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി എടുക്കുന്നതിനേക്കാളും എപ്പോഴും സേഫ് മിനിമം ക്വാണ്ടിറ്റിയിൽ മാക്സിമം ട്രേഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ സപ്പോസ് നിങ്ങളൊരു 500 ക്വാണ്ടിറ്റി ഒരു ട്രേഡ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും സേഫ് ഒരു 150 ക്വാണ്ടിറ്റി വെച്ച് 3 ട്രേഡ് ചെയ്യുന്നതാണ്. നമ്മുടെ റിസ്ക് കുറഞ്ഞിരിക്കും, നമ്മുടെ ടെൻഷൻ കുറഞ്ഞിരിക്കും. മനസ്സിലായോ? സോ നിങ്ങൾക്ക് നമ്പർ ഓഫ് ട്രേഡ്സ്, അറ്റൻഡ് ഓഫ് ട്രേഡ്സ് നിങ്ങൾക്ക് അല്പം കൂട്ടാം. അത് ഓവറായി പോകല്. ചില ആൾക്കാർ 10-15 ട്രേഡ് ആൾക്കാരുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു 2 ട്രേഡ് 3 ട്രേഡ് നിങ്ങൾ പ്ലാൻ ചെയ്യാം. ആ ക്വാണ്ടിറ്റി നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ എടുക്കാം. ലാസ്റ്റ് പോയിന്റ്,
പല ദിവസങ്ങളിലും നോ ട്രേഡ് ഈസ് ബെസ്റ്റ് ട്രേഡ്. ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് പല ദിവസങ്ങളിലും ഏറ്റവും നല്ല ട്രേഡ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. വീണ്ടും 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 നിങ്ങൾ ആ പോയിൻറ്റ്സ് ഒന്ന് റീവർക്ക് ചെയ്യുക. നിങ്ങളുടെ ഹൈ പ്രോബിലിറ്റിയെ അത് വല്ലാതെ എൻഹാൻസ് ചെയ്യും. നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനെ അത് സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ പ്രോഫിറ്റിനെ അത് ബെറ്ററാക്കി തരും. സോ താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ താഴെ എഴുതുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ, എൻ്റെ സക്സസ് ബേസിക്കലി. താങ്ക് യു സോ മച്ച്. അപ്പം അധികാരം പറയാത്ത കുറേ കണ്ടൻസ് വേണം. അടുത്ത വീഡിയോയിൽ നമുക്ക് മീറ്റ് ചെയ്യാം. സൈനിങ് ഓഫ്, കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ ഫ്രം Eqtfx.